ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ നോട്ട്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ സാധാ നോട്ട്ബുക്കൊന്നുമല്ല, നമ്മുടെ ഫർ നോട്ട്ബുക്ക് ഉണ്ടല്ലോ. ഫർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഈ പൂട പോലത്തെ ഒക്കെ നോട്ട്ബുക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ. യൂണിക്കോൺ, ബാർബി, അങ്ങനെ കുറേ തീംസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു നോട്ട്ബുക്കാണ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കണ്ടപ്പോൾ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളതെല്ലാം കൂടിയിട്ട് പേപ്പർ ക്ലിപ്പൊക്കെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് അതെല്ലാം കൂടിയിട്ടൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണൊന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിലും അതും നല്ല തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു നോട്ട്ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് നമുക്ക് പുറത്തൊരു കവറിങ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് അതിനേക്കാൾ കുറച്ചൊരു വലിപ്പം കൂടിയ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. ആ കാർഡ്ബോർഡ് പീസിൻ്റെ നമ്മുടെ പുറത്തത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് ഞാൻ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാണ് ആ ഒരു പൂടയുടെ ഒക്കെ ഇതുണ്ടല്ലോ, ക്ലോത്താണ് ഉള്ളത്. അപ്പോൾ അത് നമ്മളിവിടെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു ഫറിൻ്റെ ക്ലോത്ത് നിങ്ങളിങ്ങനെ അടിച്ചു കൊടുത്താലൊക്കെ കിട്ടും കേട്ടോ, ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. ആ ഒരു ചെറിയൊരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫറിൻ്റെ ക്ലോത്ത് ഞാൻ മീഷോന്നാണ് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് ഒക്കെ വന്നിട്ട് ഒരു 200-300 റേറ്റ് ഒക്കെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്. പിന്നെന്താ, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. നല്ല ക്ലോത്താണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. ബാക്കി ക്ലോത്ത് ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ, വേറൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലത്തെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു A4 വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന് കളർ അടിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം. കളർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വൈറ്റ് തന്നെയായിട്ട് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു വേണ്ടാത്തൊരു കോമ്പൊക്കെ എടുക്കുക. എന്നിട്ടൊരു എന്താ പറയുക, ഒരു ലൈനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഭാഗം മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ കോമ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കളറൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നാലും അത് നല്ല വൃത്തിക്കൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഡെസ്കിലോ അവിടെ ഇവിടെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ A4 ഒക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പിങ്ക് കളറാണ് വെച്ച് കൊടുത്തത്. ഞാനിവിടെ പേസ്റ്റൽ കളേഴ്സിൻ്റെ ബ്രഷ് പെൻ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതില്ലെന്നാണെങ്കിലും നമുക്ക് ആൽക്കഹോൾ മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ലൈറ്റ് കളേഴ്സ് കൊടുത്താലായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് പേസ്റ്റൽ കളേഴ്സ് കൂടുതൽ എടുത്തത്. പിന്നെ നമ്മൾ കളർ അടിക്കുന്ന മുന്നേ തന്നെ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നന്നായിട്ട് കോമ്പ് ചെയ്തതിന് ശേഷം മാത്രം കളർ അടിച്ച് കൊടുക്കുക. കാരണം നമ്മുടെ മുടി പോലൊക്കെ തന്നെ കുറേ നമ്മളിങ്ങനെ കോമ്പ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒന്ന് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കാൻ പറയണത്. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നന്നായിട്ട് ഒന്ന് കളർ അടിച്ച് കൊടുത്തിട്ട് വേണം വീണ്ടും ഒന്നും കോമ്പ് ചെയ്ത് കൊടുക്കാൻ. എന്നാലാണ് അതെല്ലാ ഭാഗത്തോട്ടൊക്കെ എത്തുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മാർക്കേഴ്സ് ആണെങ്കിലും, ആൽക്കഹോൾ മാർക്കേഴ്സ് ആണെങ്കിലും, ബ്രഷ് പെൻ ആണെങ്കിലും, സ്കെച്ച് ആണെങ്കിലും, എന്താണെങ്കിലും ആദ്യം യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് കളറൊക്കെ കയ്യിലൊക്കെ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ A4 ഒക്കെ വെച്ച് ഇങ്ങനെ ടേബിൾ ആവാതിരിക്കാൻ വേണ്ടി കൊടുത്തത്. കയ്യിലൊക്കെ ആകുന്നുണ്ട്, പക്ഷെ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ കളറൊന്നും ആ കയ്യിലോ അവിടെയൊന്നും ആവില്ല. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നോട്ട്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ കിട്ടും. നമ്മുടെ നോട്ട്ബുക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു നോട്ടിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിൽ അതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വലിയ ഐഡിയ ഉണ്ടായില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കയ്യിൽ കുറച്ച് വാഷി ടേപ്പ് ഉള്ളതുകൊണ്ട് അതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഒരു പോക്കറ്റ് പോലെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കണ്ണും മൂക്കും വായൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കണ്ണ് മാത്രം ഒരു പേപ്പറിൽ വരച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മൂക്ക് വരച്ചെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു, ബ്ലഷ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ മൂക്കും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.